അസ്സലാമു അലൈക്കും. നമസ്കാരം. മുഹമ്മദ് അലി ചാലിയമാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ 3-ാം വാർഡിൽ താമസിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദേവേട്ടൻ്റെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ എത്ര ഒരുപാട് പ്രയാസത്തോടു കൂടി കെട്ടിപ്പടുത്ത് ഉയർത്തിയൊരു വീടാണ്. എല്ലാവരുടെ സ്വപ്നമാണ് ഒരു വീട്, അല്ലേ? നിങ്ങളൊന്ന് നോക്കിയാൽ ഒരു എന്താ പറയുക, എല്ലാ വീടുകളും നല്ല മനോഹരമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദേവേട്ടൻ്റെ വീട് സങ്കടത്തോടു കൂടി നോക്കി കാണുകയാണ്. എല്ലാം ഒരു മയക്ക് പൊട്ടി തകർന്നു. അന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൽ അഡ്മിറ്റ് ആയിരുന്നു അദ്ദേഹം. ദേവേട്ടന് അസുഖം കൂടുതലായി എമർജൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ദേവേട്ടൻ മരണപ്പെടുകയും ചെയ്തു. വളരെ പ്രയാസത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാനും ഈ നാട്ടുകാരും നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുന്നത്. നിങ്ങൾ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് രഞ്ജിഷ. ദേവൻ എന്ന് പറയുന്നത് എൻ്റെ സഹോദരനാണ്. അവർക്ക് 4 പെൺകുട്ടികളാണ്. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ അപേക്ഷിക്കുന്നു. 4 പെൺമക്കളാണ്. ഞങ്ങൾക്ക് മൂത്തതായിട്ട് 2 ആളുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാനോ അതിനൊന്നും ചെലവിനൊന്നും കാശ് കയ്യിലില്ല. നിങ്ങളാൽ ആവണ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. സൈദലവി വടക്കഞ്ചേരിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ കാഴ്ച വളരെ ദയനീയമാണ്. ഒരുപാട് വീഡിയോകൾക്ക് നമ്മൾ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ്. കണ്ണ് നനയ്ക്കുന്ന കാഴ്ചകളാണ്. 4 പെൺമക്കൾ. അമ്മയ്ക്കാണെങ്കിൽ ശ്വാസം മുട്ടും അതുപോലുള്ള വളരെ ബുദ്ധിമുട്ടും. പക്ഷെ അവരുടെ മുന്നിലുള്ളത് സാമ്പത്തികമാണ്. ആ സാമ്പത്തികം നമ്മൾ കാണാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. ദേവേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത്. നമ്മൾ ഈ മക്കൾക്ക് പഠിക്കണം. നമുക്കുമുണ്ട് മക്കളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ മക്കളെ കല്യാണം കഴിച്ചയപ്പിക്കണം. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. നമ്മൾക്ക് മുന്നിൽ ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് പേരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ വേണ്ടി, ഈ മക്കളുടെ ജീവിതം ഒന്ന് നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇവർക്ക് വേണ്ടി സഹായ സഹകരണം ചെയ്തു കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള അയൽക്കൂട്ടങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ, അതുപോലെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. എല്ലാവരും ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ ചേച്ചിയുടെ ഒരു ദയനീയാവസ്ഥ നമ്മൾ കാണാതെ പോരുത്. ആ മക്കളുടെ ദയനീയാവസ്ഥ നമ്മൾ കാണാതെ പോരുത്. ഈ നാട്ടുകാരുടെ ദയനീയാവസ്ഥ കാണാതെ പോരുത്. ഈ വീട് കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് മുന്നിൽ വളരെ ദയനീയാവസ്ഥയാണ്. പൊട്ടിക്കരയാൻ പോലും സഹിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന ആ ഭാര്യയുടെ അതുപോലെ ആ മക്കളുടെ ആ ഒരു ദയനീയാവസ്ഥ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. നിങ്ങൾ ആരും കൈവിടരുത്. കുടുംബത്തിനെ ചേർത്ത് പിടിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ 3-ാം വാർഡിലാണ്. ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഒരു കണ്ണിൽ വിഷമകരമായ കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ. ഈ വീട് കണ്ടില്ലേ നിങ്ങൾ? ഇതിൽ ആൾ താമസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മരണമായിരിക്കും സംഭവിക്കുക. ദേവേട്ടൻ 40 വയസ്സ്, ഒരു ഡ്രൈവറായിരുന്നു ആള്. 4 പെൺമക്കളാണ്. പറക്കമുറ്റാത്ത 4 പെൺമക്കളെ പഠിപ്പിക്കാനോ ഭക്ഷണം കൊടുക്കാനോ കഴിയാതെ ഇവിടെ നമ്മൾക്ക് മുന്നിൽ സാമ്പത്തികമാണ്. ഈ വീടും പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് സഹായിക്കണം. കൈകൂപ്പി അപേക്ഷിക്കണം. ദൈവത്തോട് പോലെ നിങ്ങളോട് ഓരോരുത്തരോടും കൈകൂപ്പി അപേക്ഷിക്കണം. സഹായിക്കണം. എല്ലാവർക്കും അതിൻ്റേതായ പ്രതിഫലം കിട്ടും. പാലക്കാട് ജില്ലയിലെ പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് പുഷ്പ. എൻ്റെ വാർഡിലെ സ്ഥിര താമസക്കാരാണ് ദേവനും കുടുംബവും. അവർക്ക് 4 മക്കൾ, 4 പെൺകുട്ടികളാണ്. അവർ വളരെ നിർധനരായ ഒരു കുടുംബത്തിൽപ്പെട്ട കുടുംബമാണ്. അവർക്ക് നല്ലൊരു സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പുതുക്കോട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന ദേവൻ്റെ 4 പെൺകുട്ടികളാണ്. കുട്ടികളുടെ പഠിപ്പിനും ചിലവിനും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലാണ്. ദേവൻ്റെ വീട് പൂർണ്ണമായും വാസയോഗ്യമില്ലാതായിരിക്കുകയാണ്. ദേവേട്ടൻ്റെ വീട് പൂർണ്ണമായും ഈ മഴയത്ത് 1 മാസത്തിൽ മേലെയായി പൂർണ്ണമായും കാറ്റിലും മഴയിലും വീണ് എല്ലാം പീസായി കിടക്കുകയാണ്. വാസയോഗ്യമില്ലാതായിരിക്കുന്നു. നിങ്ങളാലാവുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നല്ലൊരു വീടും വാസയോഗ്യമായ ഒരു വീടും കുട്ടികൾക്ക് കഴിക്കാനുള്ള നല്ല ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഓരോരോ രൂപയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മുടെ ഈ നല്ലവരായ പ്രവാസികളും ഈ നാട്ടിലെ എല്ലാ വായനശാലകളും ക്ലബ്ബുകളും നാട്ടുകാരും ചേർന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.